ഇപ്പോഴെല്ലായിടത്തും ക്രിസ്മസ് സീസൺ ആണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പല ഭവനങ്ങളിൽ പോകുമ്പോഴും പല കടകളിൽ പോകുമ്പോഴും ഒക്കെ ക്രിസ്മസ് ട്രീകൾ കാണുന്നുണ്ട്. അതൊരു ട്രീ മാത്രമായിരുന്നാൽ വളരെ സാധാരണമാണ്. എന്നാൽ അതിനെ ഭംഗിയാക്കുന്നത് അതിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ്. അതിന് ചുറ്റും ലൈറ്റ്സ് ഒക്കെ ഇട്ട് ചില ഹാങ്ങിങ്സ് ഒക്കെ തൂക്കി വളരെ റിച്ചായിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഭംഗി നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, എസെക്കിയേൽ 16:14, ഞാൻ നിന്നെ അലങ്കരിച്ച് നിന്റെ സൗന്ദര്യം പരിപൂർണമായതുകൊണ്ട് നിന്റെ കീർത്തി ജാതികളിലെങ്ങും പരന്നു. അതെ, കർത്താവ് നമ്മളെ അലങ്കരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മങ്ങിയ സൗന്ദര്യത്തെ മാറ്റി അലങ്കരിച്ച് നമ്മളെ സൗന്ദര്യപൂർണ്ണമാക്കുന്ന ഒരു ദൈവമാണ്. ഇന്നത് പലരോടുള്ളൊരു പ്രവചന ദൂതായിട്ട് നമുക്കെടുക്കാം. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ നിറം മങ്ങിയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിറം മങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നിങ്ങൾ മങ്ങിപ്പോയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നിറം മങ്ങിപ്പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ കർത്താവ് നിങ്ങളെ അലങ്കരിക്കുവാനായിട്ട് പോകുന്നു. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ നിറം മങ്ങിയ അവസ്ഥയിൽ കർത്താവ് നിങ്ങളെ അലങ്കരിച്ച് നിങ്ങളുടെ സൗന്ദര്യത്തെ പൂർണ്ണമാക്കി നിങ്ങളുടെ കീർത്തി ജാതികളിലെങ്ങും പരത്തുവാനായിട്ട് പോകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ പ്രഭാതത്തിനായിട്ട് നന്ദി. അങ്ങ് തന്ന പ്രവചന ദൂതിനായിട്ട് നന്ദി. ഞങ്ങളിൽ പലരും കർത്താവെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ നിറങ്ങൾ മങ്ങിപ്പോകുന്നെന്ന് തോന്നുന്നിടത്തെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളെ അലങ്കരിച്ച് ഞങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ കീർത്തി ജാതികളിലേക്ക് അങ്ങ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.